വെള്ളാപ്പള്ളിയുടെ വർഗീയതയ്ക്ക് കാന്തപുരം ഉസ്താദിന് മധുര പ്രതികാരമാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അതും വെള്ളാപ്പള്ളിയുടെ നാട്ടിൽ വെച്ച് തന്നെ. ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചെറിയ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ തന്നെയാ. കുറച്ച് കാലങ്ങളായി വെള്ളാപ്പള്ളി മുസ്ലിങ്ങൾക്കെതിരെ ഉറഞ്ഞു തുള്ളുകയാണ്. മുസ്ലിങ്ങൾ ശരിയല്ല, അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് മാത്രം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ളൂ, മുസ്ലിങ്ങൾ ഇങ്ങനെ വളർന്നു വരികയാണെന്നുള്ള ഒരു പരാതിയായിരുന്നു വെള്ളാപ്പള്ളിക്കുള്ളത്. അപ്പോൾ ഇതിനെയൊക്കെ മധുര പ്രതികാരം കൊണ്ട് മറുപടി പറയുന്ന ഒരു രംഗം കണ്ടപ്പോൾ വീഡിയോ ചെയ്യാതിരിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇത് 3-ാം കേരള യാത്രയാണ്. ഈ കേരള യാത്രയുടെ 16 ദിവസത്തെ കേരള യാത്ര ഇന്ന് സമാപനമാവുകയാണ് തിരുവനന്തപുരത്ത് വെച്ചിട്ട്. എനിക്കും എൻ്റെ മകനും ഉസ്താദിനെ കാണാനുള്ളൊരു അവസരം കിട്ടി. ഞാൻ ദൂരെ നിന്ന് കണ്ടു, ഉസ്താദിൻ്റെ അടുത്ത് നിന്ന് കണ്ടത് എൻ്റെ മകനാണ്. ഉസ്താദിൽ നിന്നും ഒരു ഹദിയ വാങ്ങുകയും ഉസ്താദിന് അനുഗ്രഹം വാങ്ങുകയും ചെയ്തു. ഉസ്താദിൽ നിന്ന് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്റ്റേജ് കിട്ടിക്കഴിഞ്ഞാൽ മറ്റുള്ള രാഷ്ട്രീയക്കാരെയോ മതക്കാരെയോ മറ്റുള്ള ആളുകളെ കുറിച്ചോ ചീത്ത വിളിക്കാതെ, അല്ലെങ്കിൽ അവരെക്കുറിച്ചൊന്നും സംസാരിക്കാതെ നമ്മുടെ കുടുംബത്തിന് വേണ്ടതും നമ്മുടെ ഭാവിക്ക് വേണ്ടതുമായ കാര്യങ്ങൾ മാത്രമാണ് ഓരോ സ്റ്റേജും വിനിയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഓരോ വേദികളും വിനിയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഏത് ചെറിയ കുട്ടികളെ കൊണ്ടുപോയാലും നമുക്ക് കാന്തപുരം ഉസ്താദിൻ്റെ അനുയായികൾ സംസാരിക്കുന്നതോ അല്ലെങ്കിൽ പണ്ഡിതന്മാർ സംസാരിക്കുന്നവിടെയൊക്കെയോ നമ്മുടെ മക്കളെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും അവിടെ പറയുന്നുണ്ടാവുക. എന്നാൽ ഈ കാണുന്ന ഈ വെള്ളാപ്പള്ളി നടേശൻ്റെയൊക്കെ പ്രസംഗം കേൾക്കാനായിട്ട് മക്കളെ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ഒരിക്കലും മക്കൾ നേർവഴിക്ക് പോവില്ല എന്ന് 100% ഉറപ്പ് തന്നെയാണ്. പിന്നെ എനിക്കൊരു കാര്യം കൂടെ പറയാനുള്ളത്, ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ ശരിക്കും പറഞ്ഞാൽ ഒരു പുരസ്കാരം കിട്ടിയിരിക്കണം. അത് എവിടെ നിന്നാണ് എങ്ങനെയാണെന്നൊക്കെ ഞാനിപ്പോൾ പറഞ്ഞുതരാം. പക്ഷെ അതിന് മുന്നേ 1-2 കാര്യങ്ങളും കൂടെ എനിക്ക് പറയാനുണ്ട്. നമുക്ക് ഇപ്പോൾ ഒരാളൊരു സംഘടനയെക്കുറിച്ച് ഇങ്ങനെ, അല്ലെങ്കിൽ ആ സംഘടനയിൽപ്പെട്ടൊരു വ്യക്തി ഇങ്ങനെ മുസ്ലിം വിരോധവും അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയുന്നതും കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ ആ ഒരു സംഘടനയോട് തന്നെ വെറുപ്പ് തോന്നാം അല്ലേ. അത് ശരിയല്ല, ഇവരൊന്നും ശരിയല്ല എന്നുള്ളൊരു മൈൻഡ് വരും. പക്ഷേ കുറച്ചെങ്കിലും ഒരു ബഹുമാനം തോന്നുന്നത് ഈ ഒരു ന്യൂസ് കണ്ടപ്പോഴാണ് കേട്ടോ. SNDPയുടെ ശരിക്കും ശ്രീനാരായണ സാഹോദര്യ പുരസ്കാരം ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന് കിട്ടിയിരിക്കുകയാണ്. അപ്പം ഞാനിത് നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു, ഒരു വർഷത്തിന് മുന്നേ ഞാൻ ചെയ്തിരുന്നു തോന്നുന്നു. ഒരു വർഷമല്ല, ഈ ഒരു നിമിഷപ്രിയയുടെ കാര്യമൊക്കെ നടക്കുന്ന സമയത്ത് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ ഒരു സുദിനം എന്ന് പറയുന്നത് പുരസ്കാരം കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് അതായത് ജനുവരി 16 ഇന്ന് സമാപന ചടങ്ങാണ് കേട്ടോ. തിരുവനന്തപുരം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം വെള്ളപ്പടകൾ കൊണ്ടായിരിക്കും, വെള്ള അലകളായിരിക്കും അവിടെ ഉണ്ടാവുക. അത് കാണാനുള്ള കാഴ്ച അതിനുള്ള ഭാഗ്യം ഒന്നും എനിക്ക് കിട്ടിയില്ല, പോകാൻ സാധിച്ചില്ല. അപ്പോൾ നിങ്ങളെല്ലാം എത്ര പേര് ഈ വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. എത്ര പേര് അവിടെ നിന്നിട്ട് ഉസ്താദിൻ്റെ ആ ഒരു സമാപന ചടങ്ങിൽ അതൊക്കെ ശരിക്കും പറഞ്ഞ ഒരു ആത്മാഭിമാനം തന്നെയാണ് കേട്ടോ. അവിടെ പോവുക, നല്ല കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക, ഉസ്താദിൻ്റെ കൂടെ നമ്മൾ എപ്പോഴും ചേർന്ന് നിൽക്കുക, ഇതൊക്കെ വലിയൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഈ വർഗീയതയും വിമർശനവും ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. പക്ഷേ ആരെയാണോ വിമർശിക്കുന്നത്, അദ്ദേഹം നമ്മൾക്കൊന്നും എത്തിപ്പെടാൻ പറ്റാത്ത ലെവലിലാണ് അദ്ദേഹം പോയിരിക്കുന്നത് എന്നൊന്നും ആർക്കും മനസ്സിലാവുന്നില്ല എന്നാണ് യഥാർത്ഥ ഒരു വിഷയം. പിന്നെ ഈ ഒരു യാത്രയിലുടനീളം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഒരു വേദികളിലും വർഗീയത സംസാരിച്ചിട്ടില്ല. അത് 100% ഉറപ്പ് തന്നെയാണ്. രണ്ടാമത്തെ കാര്യം, ഒരു യാത്രക്കാർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേരള യാത്ര അത്രയും സുന്ദരമായ ആ യാത്ര എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുന്ന കാഴ്ചയായിരുന്നു. അത് ജാതി മത ഭേദമന്യേ എല്ലാവരും കണ്ടു എന്നതാണ്, അല്ലെങ്കിൽ എല്ലാവരും ആ ഒരു കാഴ്ച കണ്ട് ആസ്വദിച്ചു എന്നതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഒരിക്കലും മതതീവ്രവാദം കൊണ്ടുവരുന്ന ഇങ്ങനെയുള്ള ആളുകളേക്കാൾ നല്ലത് അതേ സംഘടനക്കാർ ഉസ്താദിനെ ആ ഒരു 1,00,000 രൂപയും അതുപോലെ തന്നെ ആ ഒരു പുരസ്കാരമൊക്കെ കൊടുക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അത്രയേ ഉള്ളൂ, ഈ വെള്ളാപ്പള്ളിയുടെ വിമർശനങ്ങളൊക്കെ അത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. നമ്മുടെ നാട്ടിൽ നല്ല ആളുകളുമുണ്ട്. ഇപ്പോൾ ഉസ്താദ് മുസ്ലിങ്ങൾക്കൊപ്പമാണ്, ക്രിസ്ത്യൻസിനൊപ്പമാണ്, ഹിന്ദുക്കൾക്കൊപ്പമാണെന്നല്ല പറഞ്ഞിരിക്കുന്നത്, മനുഷ്യർക്കൊപ്പം എന്ന ആ ഒരു പ്രമേയവുമായിട്ടാണ് ആ ജാഥ തന്നെ മുന്നോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് എന്താ പറയുക, വർഗീയത ഉണ്ടാക്കുന്നവർ അവിടെ ഉണ്ടാക്കി തന്നെ ഇരിക്കും, അല്ലാത്തവർ ജയിച്ചു കൊണ്ടേയിരിക്കും. എന്തായാലും ആ ഒരു ന്യൂസ് ഒന്ന് കാണാം കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്,
കാന്തപുരം എന്ത് കുന്തം എടുത്തെറിഞ്ഞാലും നമുക്കൊന്നും വരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. കാന്തപുരം ഉസ്താദെ കുന്തം ഒന്നും അറിയില്ല എന്നുള്ള കാര്യം ഇവിടെയുള്ള ജനങ്ങൾക്ക് അറിയാനേ. എന്തായാലും ഉസ്താദിന് ആ ഒരു പുരസ്കാരം കിട്ടിയ ന്യൂസ് ഒന്ന് കാണാട്ടെ. എനിക്ക് എന്ത് സന്തോഷം എന്നറിയാം. ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ പുരസ്കാരം വേദിയിൽ വെച്ച് വാങ്ങിക്കുന്നു അല്ലെങ്കിൽ കൊടുക്കുന്നു എന്നൊക്കെ കാണുമ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമാണ്. അതൊക്കെ നമുക്ക് അഭിമാനം കൊള്ളുന്ന കാര്യമല്ലേ. എന്തായാലും അത് കാണാം. ഇടപെടൽ ശ്രീനാരായണ സാഹോദര്യ പുരസ്കാരം കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർക്ക് മതേതര ഇടപെടലാണ് സ്വാമി ശാശ്വതികാനന്ദ സാംസ്കാരിക കേന്ദ്രത്തിന്റെ പുരസ്കാരം. SNDP യോഗം മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK വിദ്യാസാഗർ ചെയർമാനായ ജൂറിയാണ് അവാർഡ് നിർണയം നടത്തിയത്. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ദീപക് ധർമ്മട വിവരങ്ങൾ വെച്ചിരുന്നു. ദീപക്, ഓൾമോസ്റ്റ് എല്ലാ സംവിധാനങ്ങളും പരാജയപ്പെട്ട ഒരിടത്ത് നിമിഷപ്രിയ വിഷയത്തിലൊക്കെ കാന്തപുരം നടത്തുന്ന ഇടപെടൽ, അതുല്യമായ ഇടപെടൽ അദ്ദേഹം നടത്തിയതാണ്. അതൊക്കെ ഈ പുരസ്കാര നിറവിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതിൽ നിർണായക ഘടകങ്ങളായിട്ടുണ്ടോ ദീപക്? ആഷ്മി, അതുതന്നെയാണ്. കാരണം മതേതരമായ ഇടപെടൽ മാത്രമല്ല, ഭരണകൂട സംവിധാനം പോലും പരാജയപ്പെട്ടെടുത്ത് നിമിഷപ്രിയയെ വധിക്കുന്നതിൽ നിന്നും ഒഴിവാക്കുന്നതിലേക്ക് കാന്തപുരത്തിന്റെ ഇടപെടൽ കൊണ്ട് ഒരു മതപണ്ഡിതന് മറ്റൊരു മതപണ്ഡിതനുള്ള സ്വാധീനത്തിലൂടെ നയതന്ത്ര ബന്ധങ്ങളില്ലാത്ത യമനിൽ നടത്താൻ പറ്റി എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. അതിനുശേഷമാണ് ഈ പുരസ്കാരം, അതും ശ്രീനാരായണ സാഹോദര്യ പുരസ്കാരം ലഭിക്കുന്നു. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ആ അവാർഡിന് അർഹനാകുന്നു എന്ന് പറയുന്നു. ഇത് വലിയ കാര്യം തന്നെയാണ്. അതിനൊരു മതേതര വലിയ പ്രതിച്ഛായ ഉണ്ട് എന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കും. കേരളയാത്രയുടെ 9ാമത്തെ ദിവസം ഞങ്ങൾക്കും അവിടെ എത്തിച്ചേരാനും അതിനൊരു ഭാഗ്യം കിട്ടിയതിനും ഒരുപാട് സംഘാടകർ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, പ്രവർത്തകർ പ്രാർത്ഥിച്ചു, അതുപോലെ ജനങ്ങൾ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. വേറെ ഒന്നുമല്ല, നമുക്കും നല്ലത് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലാവരും പ്രാർത്ഥിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും 1000 നന്ദി ഞാൻ ഈ ഒരു അവസരത്തിൽ അറിയിക്കുന്നു. ഒപ്പം തന്നെ ഉസ്താദിനെ കണ്ടൊരു സന്തോഷത്തിൽ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ആക്കുന്നു. നന്ദി, നമസ്കാരം.